എനിക്ക് മനസ്സിലായി മാതാവേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് സ്നേഹമില്ല. എന്തെന്നാൽ സ്നേഹം ത്യാഗത്തിന്റെ രൂപമാണല്ലോ, അവകാശത്തിന്റെ അല്ല. നിങ്ങൾ രണ്ടുപേരും എന്നിൽ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയേ ഉള്ളൂ, എന്നെ കുറിച്ചില്ല. അതുകൊണ്ട് ഞാൻ പോവുകയാണ് കംസൻ അമ്മാവന്റെ സമീപത്തേക്ക്. എനിക്കറിയാം എന്നെ നശിപ്പിക്കുന്നതിനാണ് അദ്ദേഹം അന്വേഷിക്കുന്നതെന്ന്. ഞാനിവിടെ ഇല്ലെങ്കിൽ പിന്നെ രണ്ട് മാതാക്കളും ഇപ്രകാരം വഴക്കുണ്ടാക്കില്ലല്ലോ. കണ്ണാ പുത്ര, പ്രഭു, നന്ദപുത്രൻ ഇതെന്താണ് ചെയ്യുന്നത്? മാതാവ് ദേവകിയെയും യശോദയും സ്വന്തമാക്കുന്നതിന് പകരം അദ്ദേഹം രണ്ടു മാതാക്കളെയും ഉപേക്ഷിക്കുകയാണോ? കണ്ണൻ രണ്ടു മാതാക്കളെയും ഉപേക്ഷിക്കുന്നതല്ല, മറിച്ച് അദ്ദേഹം തന്റെ രണ്ടു മാതാക്കളുടെയും ഹൃദയത്തിൽ ത്യാഗത്തിന്റെ ഓർമ്മയുണർത്താൻ ശ്രമിക്കുകയാണ്. എന്തെന്നാൽ നാസ്തി രാഗ് സമം ദുഃഖം, നാസ്തി ത്യാഗ് സമം സുഖം. ദേവി, ആസക്തിയെപ്പോലെ മറ്റൊരു ദുഃഖമില്ല, അതുപോലെ ത്യാഗത്തിന് തുല്യമായി മറ്റൊരു സുഖവുമില്ലെന്നോർക്കുക. അതിനാൽ ഏതുവരെയാണോ മനുഷ്യന്റെ അന്തരാത്മാവിൽ ആസക്തി ഉണ്ടാകുന്നത്, അതുവരെ അവന്റെ ഹൃദയം സ്നേഹത്തിന്റെ ഉദാത്ത ഭാവത്തെ സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല. ഇന്ന് കണ്ണൻ തന്റെ രണ്ടു മാതാക്കളെയും ഈ വിഷയത്തെക്കുറിച്ച് ബോധവതികളാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാലേ മാതാവ് യശോദയ്ക്കും മാതാവ് ദേവകിക്കും സ്നേഹത്തിന്റെ ഉദാത്ത ഭാവത്തെ, അതായത് ത്യാഗഭാവത്തെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. സോദരി, സോദരി, നമ്മുടെ പുത്രൻ പോവുകയാണ്. അവനെ തടയൂ. യശോദേ, അവൻ നീ പറഞ്ഞാൽ അനുസരിക്കും. അവനെ എങ്ങനെ തടയണമെന്ന് നിനക്കല്ലേ അറിയുകയുള്ളൂ. കണ്ണാ, അവിടെ നിൽക്കൂ പുത്ര. ദേവകി എന്താ ഇതുവരെ വരാത്തത്? ഇനി അവൾ കണ്ണനെ അവൾ എങ്ങനെ കണ്ണനെ തിരിച്ചറിയും? അവളിപ്പോൾ എവിടെയായിരിക്കും? ക്ഷമിക്കൂ പുത്ര. അതെ കണ്ണ, ഞങ്ങളോട് ക്ഷമിക്കൂ. ഞാൻ അവകാശത്തെ ഓർത്ത് നിന്നോടുള്ള സ്നേഹം വിസ്മരിച്ചു പോയി. നിന്നെ എന്റെ പുത്രനെ കാണാൻ മാത്രം ആഗ്രഹിച്ചു. പക്ഷെ ഒരു കാര്യം ഓർത്തില്ല, നീ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. കുറ്റം എന്റേത് തന്നെയാണ്. എന്നോട് ക്ഷമിക്കൂ കണ്ണ. ഇല്ല, കുറ്റം എന്റേതാണ്. നിന്നെ കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. എന്റെ ഉള്ളിലുള്ള മാതൃത്വം ഏതു വിധേനയും നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. നിന്നിൽ അവകാശം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ സത്യം ഇത് തന്നെയാണ്, നീ യശോദയുടെ പുത്രനാണ്, ദേവകിയുടേതല്ല. എന്നോട് ക്ഷമിക്കൂ. മാതാവേ, മാതാവേ, ക്ഷമ ചോദിക്കേണ്ടത് ഞാനല്ലേ? ഞാനാണ് മധുര ഉപേക്ഷിച്ച് ഗോകുലത്തിലേക്ക് വന്നത്. മാതാവേ, ലോകത്ത് എന്ത് സത്യം നിലനിന്നാലും മാതാവിനെ സംബന്ധിച്ച് ഒരു സത്യമേ ഉള്ളൂ, ഞാൻ മാതാവിന്റെ പുത്രനാണ്. ഇനി മുതൽ കണ്ണൻ ദേവകി മാതാവിന്റെ പുത്രനാണ്. മാതാവേ, ഞാൻ മാതാവിന്റെ പുത്രനല്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് ഞാൻ മാതാവിന്റെ പുത്രനായിരിക്കും, അല്ലേ മാതാവേ? അതെ കണ്ണ, അല്ലേ മാതാവേ?
നിങ്ങൾ രണ്ടുപേരും ഈ പുത്രനെ ആശ്ലേഷിക്കില്ലേ മാതാവേ? നാരായണ നാരായണ. പ്രഭു, അവസാനം അങ്ങയുടെ ലീലകൾ കൊണ്ട് രണ്ടു മാതാക്കളെയും സമാധാനപ്പെടുത്തി. ഇന്ന് അങ്ങ് ഈ ലോകത്തിന് തന്നെ വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ്. മാതാവ് യശോദയുടെയും മാതാവ് ദേവകിയുടെയും രണ്ടുപേരുടെയും പുത്രൻ അങ്ങു തന്നെയാണെന്ന്. ദേവർഷേ, ഇതുതന്നെയാണ് സത്യത്തിന്റെ സ്വഭാവം. അതിനെ രൂപപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. അവ സ്വയം ഈ ലോകത്ത് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രഭു, കംസന്റെ വിപത്ത് അതിപ്പോഴും ഗോകുലത്തിൽ പഴയതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ആ വിപത്ത് എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും പ്രഭു? മാതാവേ, നിങ്ങൾ രണ്ടുപേരും എന്നെ പുത്രനായി സ്വീകരിച്ചു കഴിഞ്ഞുവല്ലോ. പക്ഷേ ഞാൻ ആരുടെ പുത്രനാണെന്നുള്ള കാര്യം കംസനമ്മാവന് ഇതുവരെ അറിയില്ല. നിങ്ങൾ രണ്ടുപേർക്കും എന്നെ സഹായിക്കാൻ സാധിക്കുമോ മാതാവേ? രണ്ടുപേരും എന്നെ സഹായിക്കില്ലേ? വരൂ മാതാവേ, കംസനമ്മാവന്റെ മിഥ്യാബോധത്തെ നമുക്ക് മാറ്റാം. കണ്ണനാമുണ്ണിക്ക് അമ്മമാരണ്ട്, വളർത്തിയതും പിന്നെ ജന്മമേകിയതും. കണ്ണനാമുണ്ണിക്ക് അമ്മമാരണ്ട്, വളർത്തിയതും പിന്നെ ജന്മമേകിയതും. ഈശ്വരൻ എന്തായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത്? എന്ത് അനർത്ഥമാണ് സംഭവിക്കാൻ പോകുന്നത്? അനർത്ഥമൊന്നുമല്ല വസുദേവ മഹാരാജൻ. എന്നുവെച്ചാൽ സംഭവിക്കേണ്ട കാര്യം തന്നെയാണ് ഗോകുലത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ അങ്ങയുടെ ഭയം യാഥാർത്ഥ്യമായി ഭവിച്ചു. മഹാറാണി ദേവകിയുടെ മാതൃത്വം സ്വന്തം പുത്രനെ, അതായത് അങ്ങയുടെ 8ാമത്തെ പുത്രനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഉണ്ണിക്കണ്ണൻ, അങ്ങനെയല്ലേ അവന്റെ പേര്? അവനെയാണ് അങ്ങ് നന്ദരാജന്റെ ഗൃഹത്തിൽ അന്ന് ഉപേക്ഷിച്ചത്. അങ്ങ് വിഷമിക്കാതിരിക്കൂ, അങ്ങയുടെ പുത്രനെ ലഭിച്ചു കഴിഞ്ഞു. വരൂ, നിങ്ങളുടെ പുത്രനെ നേരിട്ട് കാണൂ. ഇല്ലെങ്കിൽ അതിനു മുമ്പ് ഭഗവാൻ കംസൻ അവനെ വധിക്കുകയാണെങ്കിലോ? കംസനമ്മാവ, ദേവകി മാതാവിന്റെ 8ാമത്തെ പുത്രനെ അങ്ങ് ഗോകുലത്തിൽ എവിടെയൊക്കെയാണ് അന്വേഷിച്ചത്? പക്ഷെ അവനിപ്പോൾ അങ്ങയുടെ മുന്നിലുണ്ടല്ലോ. ഇനി ഒരിടത്തും അന്വേഷിക്കണ്ട അമ്മാവ, ഞാനിവിടെ ഉണ്ടല്ലോ. മനസ്സിലായില്ലേ? ദേവകി മാതാവിന്റെ 8ാമത്തെ പുത്രനെ ഇവിടെയും അവിടെയും എന്നുവേണ്ട എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചില്ലേ? അവൻ അങ്ങയുടെ മുന്നിൽ തന്നെയുണ്ട്. നീ നന്ദപുത്രൻ എന്നുവെച്ചാൽ ദേവകിയുടെ പുത്രനോ? അമ്മാവ, ഞാൻ നന്ദപുത്രനായത് ഗോകുലത്തിൽ എത്തിയതിന് ശേഷമാണ്. പക്ഷെ ഞാൻ ജനിച്ചത് മുതൽ തന്നെ ദേവകി മാതാവിന്റെ പുത്രനാണ്. അങ്ങയുടെ കാരാഗ്രഹത്തിൽ വെച്ചായിരുന്നു എന്റെ ജനനം. അങ്ങത് മറന്നുവോ? ഇല്ലില്ല, ജനിച്ച സമയത്ത് അങ്ങനെ കണ്ടില്ലായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് തിരിച്ചറിയുക? അല്ലേ പിതാവേ? എന്തൊക്കെ കടങ്കഥകളാണ് പറയുന്നത് വികൃതിക്കണ്ണ? ഇത് കടങ്കഥയൊന്നുമല്ല.
ഇവൻ സത്യമാണ് പറയുന്നത്. ഇവൻ തന്നെയാണ് എന്റെ 8ാമത്തെ പുത്രൻ. ഇവന് തന്നെയാണ് ഞാൻ ജന്മം നൽകിയത്. കണ്ണൻ തന്നെയാണ് എന്റെ പുത്രൻ. അല്ല കംസ മഹാരാജൻ, കണ്ണൻ എന്റെ പുത്രനാണ്. അങ്ങ് ഗോകുലത്തിൽ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കൂ. യശോദയാണ് കണ്ണന്റെ മാതാവ്. സത്യം സത്യമല്ല. ഇതെന്റെ പുത്രനാണ്. ഞാൻ ഇവന്റെ മാതാവാണ്. എല്ലാവർക്കും അറിയാം, ഗോകുലത്തിലും അറിയാം. ഇത് എന്താ ഇതെല്ലാം? എന്താ ഇതെല്ലാം? ഇവന്റെ മാതാവ് ആരാണ്? ആരുടെ പുത്രനാണിവൻ? മഹാരാജൻ, ഞാൻ ബോധിപ്പിക്കാം മഹാരാജൻ. ഈ കണ്ണൻ ദേവകിയുടെയും പുത്രനല്ല, യശോദയുടെയും പുത്രനല്ല. ഇവൻ എന്റെ പുത്രനാണ്. ഒരിക്കലുമില്ല മഹാരാജൻ, ഈ വികൃതി കണ്ണൻ എന്റെ പുത്രനാണ്. കണ്ണൻ എന്റെ പുത്രനാണ് മഹാരാജൻ. എന്റെ പുത്രനാണ്. എന്റെ പുത്രനാണ് മഹാരാജൻ. ഈ മുരളീധരൻ എന്റെ കണ്ണനാണ്. എന്റെ കണ്ണൻ. വിശ്വസിക്കും മഹാരാജൻ, ഞാൻ സത്യമാണ് പറയുന്നത്. ഇത് എന്റെ പുത്രനാണ്. എന്റെ പുത്രൻ. എന്റെ പുത്രനാണ് മഹാരാജൻ. എന്റെ പുത്രനാണ് മഹാരാജൻ. എന്റെ പുത്രനാണ്. മഹാരാജൻ. എന്റെ പുത്രനാണ് മഹാരാജൻ. എന്റെ പുത്രനാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ. എന്റെ പുത്രനാണ്. അങ്ങേക്കറിയില്ല, ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ പുത്രനാണ്. എല്ലാ സൃഷ്ടികളുടെയും രക്ഷകനുമാണ്. പ്രാർത്ഥനയും യാഗങ്ങളും നടത്തുന്നു. ഞാൻ ഏവരുടെയും ആഗ്രഹം സഫലീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പൂതനയുടെയും പുത്രനാണ്. പൂതനയും എനിക്കൊരു മാതാവിന്റെ സ്നേഹം നൽകിയിരുന്നു. ഗോപികുമാരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. എന്നെ അണിയിച്ചൊരുക്കുന്നതിനു വേണ്ടി അവർ ആഗ്രഹിച്ചിരുന്നു. ഞാൻ എല്ലാവരുടെയും പുത്രനാണ്, എന്നാൽ ആരുടെയും പുത്രനുമല്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. എന്റെ പുത്രനാണ്. അങ്ങേക്കറിയില്ല, ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ പുത്രനാണ്. എല്ലാ സൃഷ്ടികളുടെയും രക്ഷകനുമാണ്. പ്രാർത്ഥനയും യാഗങ്ങളും നടത്തുന്നു. ഞാൻ ഏവരുടെയും ആഗ്രഹം സഫലീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പൂതനയുടെയും പുത്രനാണ്. പൂതനയും എനിക്കൊരു മാതാവിന്റെ സ്നേഹം നൽകിയിരുന്നു. ഗോപികുമാരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. എന്നെ അണിയിച്ചൊരുക്കുന്നതിനു വേണ്ടി അവർ ആഗ്രഹിച്ചിരുന്നു. ഞാൻ എല്ലാവരുടെയും പുത്രനാണ്, എന്നാൽ ആരുടെയും പുത്രനുമല്ല. ഇവർ പറയുന്നത് വിശ്വസിക്കരുത് മഹാരാജൻ. ഞാൻ പറയുന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ പറയുന്നത് ഇതെല്ലാം മിഥ്യയാണ്. എല്ലാവരും അസത്യമാണ് പറയുന്നത്. ജ്യേഷ്ഠ, ഈ സോദരിയെ ദയവായി വിശ്വസിക്കൂ. എന്റെ മാതൃസ്നേഹത്തെ അങ്ങ് തിരിച്ചറിയൂ. ഇതെന്റെ പുത്രനാണ്. ഇതെന്റെ കണ്ണനാണ്. അതായത് എന്നെ ഏത് രൂപത്തിലാണോ സ്വീകരിക്കുന്നത്, ഞാൻ ആ രൂപത്തിൽ അവർക്ക് പ്രാപ്തമാകുന്നു. ഇവർ പറയുന്നത് വിശ്വസിക്കരുത്. ഞാൻ പറയുന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ പറയുന്നത് വിശ്വസിക്കരുത്. ഒന്ന് നിർത്തൂ, ഒന്ന് നിർത്തൂ, ഒന്ന് നിർത്തൂ. ഞാൻ കരുതിയത് എന്റെ സഹോദരിയുടെ മാതൃത്വത്തെ ആർക്കും വഞ്ചിക്കാൻ കഴിയില്ലെന്നാണ്. പക്ഷെ നിന്നെയും അവൻ വഞ്ചിച്ചിരിക്കുന്നു സോദരി. എന്ത് വഞ്ചനയാണ് ജ്യേഷ്ഠ? ഞാൻ പറയുന്നത് സത്യമാണ്. കണ്ണൻ എന്റെ പുത്രനാണ്. ഇല്ല, നിനക്കറിയില്ല. ഇവനെ ഏത് രൂപത്തിൽ സ്വീകരിച്ചാലും അവർക്കിവനെ അതേ രൂപത്തിൽ തന്നെ പ്രാപ്തമാകും. അങ്ങ് എന്താണ് പറയുന്നത്? അത് തന്നെ. നീ എന്താണോ ചിന്തിക്കുന്നത് അത് സത്യമല്ല, നിന്റെ തോന്നലാണെന്ന്. ഇത് നിന്റെ പുത്രനല്ല, നന്ദപുത്രനാണ്. യശോദയുടെ പുത്രനാണ്. നീ ഗോകുലത്തിൽ വന്നു തന്നെ വ്യർത്ഥമായി. വരൂ സോദരി.
പുത്ര. നാരായണ നാരായണ. അഭിമാനത്തോടെ വീക്ഷിക്കൂ മഹത്വത്തെ, കൗതുകത്തോടെ വീക്ഷിക്കൂ ലീലകളെ. പ്രഭോ, അവസാനം അഹങ്കാരിയായ കംസൻ അങ്ങയുടെ ലീലകളാൽ കബളിപ്പിക്കപ്പെട്ടു. അവനെ കൊണ്ട് പറയിക്കണമെന്ന് അങ്ങ് കരുതിയതാണ് അവനിപ്പോൾ പറയുന്നത്. എന്തെന്നാൽ അങ്ങ് അവന്റെ ആത്മാവിൽ ഈ ചിന്ത നേരത്തെ തന്നെ സൃഷ്ടിച്ചിരുന്നു. റാണി ദേവകിയുടെ 8ാമത്തെ പുത്രൻ മറ്റാരു വേണമെങ്കിലുമാകാം, പക്ഷെ ഒരിക്കലും അങ്ങല്ലെന്ന്. അങ്ങ് പറയുന്നത് സത്യമാണ് ദേവർഷേ. നമുക്കറിയുന്ന ഈ മായ മഹത്തരമാണ്. ഭഗവാന്റെ മായയേക്കാൾ മഹത്തരമായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല. പാപിയായ കംസൻ സ്വന്തം മായ കൊണ്ട് ദേവകിയിൽ മതിഭ്രമം സൃഷ്ടിച്ച് അവരുടെ പുത്രനെക്കുറിച്ചറിയാൻ ഗോകുലത്തിലെത്തിച്ചതാണ്. അവസാനം കംസൻ സ്വയം ഭ്രമിതനായി ഗോകുലത്തിൽ നിന്ന് മടങ്ങുകയാണ്. നാരായണ നാരായണ. കംസനമ്മാവാ, കംസനമ്മാവാ, അമ്മാവന് യഥാർത്ഥത്തിൽ ദേവകി മാതാവിന്റെ പുത്രനോട് ഭയമാണോ? എന്നാൽ അറിഞ്ഞുകൊള്ളൂ, ഇതുവരെ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അങ്ങ് നൽകിയിട്ടില്ല. എന്ത് ചോദ്യം? ഇവിടെ അങ്ങ് ദേവകി മാതാവിന്റെ പുത്രനെ അന്വേഷിച്ചു വന്നതാണോ, അതോ സ്വന്തം ഭയമില്ലാതാക്കാനോ? ഭയമോ? എന്തു ഭയം? അമ്മാവാ, എന്റെ സുഹൃത്ത് ദാമൻ ഭയപ്പെടുമ്പോഴും ഇത് തന്നെയാണ് ചെയ്യാറുള്ളത്. ബാലക, കംസനമ്മാവ, ഞാനൊരു തമാശ പറഞ്ഞതാണ്. അങ്ങയുടെ അനന്തരവനല്ലേ, അതുകൊണ്ട്. അങ്ങേക്ക് ഒട്ടും തന്നെ ഭയമില്ലെന്നറിയാം അല്ലേ കംസനമ്മാവ? കംസൻ ഭയക്കാറില്ല ബാലക, ഭയപ്പെടുത്താറേ ഉള്ളൂ. അങ്ങ് പറഞ്ഞത് സത്യം തന്നെയാണ്. കണ്ണന്റെ അമ്മാവൻ അങ്ങനെ ഒന്നിനെയും ഭയക്കാറില്ല. പ്രണാമം അമ്മാവാ. കണ്ണൻ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും, പക്ഷെ അവന്റെ ഈ പിതാവിനോട് കഴിയില്ല. നീ തന്നെയാണ് എന്റെ പുത്രൻ. പക്ഷെ വിധി എന്ത് ക്രൂരതയാണ് കാട്ടുന്നത്. എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് പോലും എന്റെ പുത്രനെ മാറോടണയ്ക്കാൻ കഴിയുന്നില്ലല്ലോ. നാരായണ നാരായണ. ഇതെന്തായിരുന്നു പ്രഭു? കംസൻ അവിടെ കണ്ടത് കംസന്റെ സങ്കല്പമായിരുന്നോ, അതോ ഭാവിയോ, അതോ ഇനി കംസന്റെ മിഥ്യാബോധം മാത്രമോ? ദേവർഷേ, കംസന്റെ അന്ത്യം സങ്കല്പവും മിഥ്യാബോധവുമൊന്നുമല്ല. എന്നാൽ ഇന്ന് ലോകത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ സത്യമാണ്. എപ്രകാരമാണോ അധർമ്മത്തിന്റെ അന്ത്യം സുനിശ്ചിതമാകുന്നത്, അപ്രകാരം അധർമ്മിയായ കംസന്റെ അന്ത്യവും സുനിശ്ചിതമാണ്. നാരായണ നാരായണ. പക്ഷെ പ്രഭു, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കംസന്റെ അന്ത്യത്തിനുള്ള സമയം ആഗതമായോ? അതുകൊണ്ടാണോ കംസൻ സ്വന്തം മൃത്യുവിനെ കാണുന്നത് പ്രഭു? ദേവർഷേ, കംസൻ എന്താണോ കാണുന്നത് അതവന്റെ ഭയമാണ്. കേവലം ഈ ജന്മത്തിലെ മാത്രം ഭയമല്ല, എന്നാൽ
ജന്മജന്മാന്തരങ്ങളായുള്ള ഭയം. ആ ഭയം ആ അധർമ്മിയുടെ അന്തരാത്മാവിൽ കുടികൊള്ളുന്നുണ്ട്. അത് അദ്ദേഹത്തെ നിമിഷം തോറും സ്വന്തം മൃത്യുവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നാരായണ നാരായണ, അങ്ങയുടെ ലീലകൾ അവർണ്ണനീയമാണ് പ്രഭു.